നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള പാർഷ്യൽ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അത് പൈത്തണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അതിന് നമുക്കൊരു മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫങ്ക് ടൂൾസ് എന്ന് പറയുന്ന മോഡ്യൂളിലെ ഒരു കാര്യമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട മോഡ്യൂൾ എന്ന് പറയുന്നത് പാർഷ്യൽ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫങ്ഷന് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് ഒറ്റയടിക്ക് കോൾ ചെയ്യാതെ വേണമെങ്കിൽ ആ ഒരു പാരാമീറ്റർ മാത്രം പാസ് ചെയ്തിട്ട് ബാക്കി പാരാമീറ്റർ നമുക്ക് പിന്നീട് പാസ് ചെയ്ത് കോൾ ചെയ്യാൻ പറ്റും. അത് കൺസെപ്റ്റ് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ ഒരു മൾട്ടിപ്ലൈ ചെയ്യാനുള്ള രണ്ട് വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷൻ ഇവിടെ എഴുതുവാണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സും വൈയും ആണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ അതിൽ റിട്ടേൺ വാല്യൂ എക്സ് ഇൻറ്റു വൈ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇനിയിപ്പോൾ പാർഷ്യൽ ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് പാർഷ്യൽ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ അകത്തേക്കാണ് ഈ മൾട്ടിപ്ലൈനെ പാസ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യൽ ഫങ്ഷൻ അപ്ലൈ ചെയ്യേണ്ട ഫങ്ഷൻ്റെ പേര്. ഈ ഒരു കേസിൽ മൾട്ടിപ്ലൈ എന്നതാണ് നമ്മുടെ ഫങ്ഷൻ്റെ പേര്. സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഫങ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഇവിടെ പാർഷ്യൽ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ അകത്തേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ആദ്യത്തെ ആർഗ്യുമെൻ്റായിട്ട് നമ്മുടെ ഫങ്ഷൻ്റെ പേരും സെക്കൻഡ് ആർഗ്യുമെൻ്റായിട്ട് നമ്മുടെ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ്, അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വൈയുടെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് വിളിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഈ പാർട്ട് 1 എന്ന് ഞാനിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ വേരിയബിളിനെ നമുക്കൊരു ഫങ്ഷൻ പോലെ ഇനി കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആ ഒരു വേരിയബിളിലേക്ക് ഞാൻ ഫങ്ഷൻ കോളിനകത്ത് 20 എന്ന് പാസ് ചെയ്തിട്ടുണ്ട്. ഈ 20 എന്ന് പറയുന്നത് ആക്ച്വലി ഈ വൈയുടെ വാല്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് 200 എന്ന് കിട്ടി. അപ്പോൾ ഇത് എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂസ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയില്ല, നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ലേറ്റർ ഒരു സമയത്താണ് നമുക്കൊരു ഫങ്ഷൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് കിട്ടുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്കതൊരു ടെമ്പററിലി ഒരു വേരിയബിളിലേക്ക് എടുത്തു വയ്ക്കാം. പാർഷ്യൽ ഫങ്ഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് നമ്മുടെ ഈ ഒരു കേസിലാണെങ്കിൽ വൈ എന്ന് പറയുന്ന വേരിയബിളിൽ വാല്യൂ വരുന്ന സമയത്ത് നമുക്ക് ഈ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ 10,20 കൊടുത്ത് പ്രിൻറ്റ് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നോർമൽ നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുന്ന പോലെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇതും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടിയത്. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു ലേറ്റർ ഒരു സമയത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഒരു പാർഷ്യൽ ഫങ്ഷനായിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് ഹോൾഡ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊന്നും ഉള്ളൊരു ഫീച്ചറല്ല അത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് വലിയൊരു കോഡൊക്കെ എഴുതുന്ന സമയത്ത് ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പൈത്തണിൽ നമുക്ക് ഇൻബിൽഡായിട്ട് ഇങ്ങനെ ഒരു ഫീച്ചറും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഇനി വരുന്ന വീഡിയോസിൽ പഠിക്കാവുന്നതാണ്.